അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചിക്കൻ വെക്കാൻ പോകും. ഒരു സ്പെഷ്യൽ ചിക്കനാണിത്. ഓക്കെ, നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്, അല്ലാതെ വെച്ചിട്ടുണ്ട്, പാൽക്കറി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തേങ്ങ വെച്ചിട്ട് തന്നെയാണ്. തേങ്ങ നമുക്ക് ചുട്ടരച്ച് ഇറച്ചി വെക്കാം. ഓക്കെ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ തേങ്ങ ചുട്ടരച്ച് രണ്ട് രീതിയിൽ വെക്കാം. ഒന്ന് ചാറോട് കൂടിയും വെക്കാം, മറ്റൊന്ന് വെറും ഡ്രൈ ആയിട്ടും വെക്കാം. ഞാനിപ്പോൾ ചാറോട് കൂടിയ വെക്കുന്ന കാരണം ഞാനിന്നുണ്ടാക്കുന്ന രാത്രിത്തെ ആഹാരം എന്ന് പറയുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ചാറ് വേണം. അതുകൊണ്ട് ഞാൻ ഒരു കോഴി മേടിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കിലോയോളം ഉണ്ട് അകത്ത്. അപ്പോൾ അത് ഞാൻ ചുട്ട തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് രണ്ട് രീതിയിലുണ്ടാക്കാം. അപ്പോൾ രണ്ടാമത്തെ രീതി ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണിത് കേട്ടോ. അപ്പം അടുപ്പിലൊക്കെ പണ്ടൊക്കെ വെക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പിൽ ദാണ്ടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ എത്ര എണ്ണം കാണുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതൊക്കെ അവനവൻ്റെ ഇംഗിതം കേട്ടോ. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചി മാത്രം ഞാൻ പൊടിയാണ് ഇടുന്നത്. ഇഞ്ചി ഉണക്കി വെച്ചിട്ടുണ്ട്, അത് കുറച്ച് പൊടിച്ച് നമ്മളാക്കും. അപ്പോൾ വെളുത്തുള്ളിയാണ് ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത്. നമുക്കതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം നല്ല നല്ല വീഡിയോസുമായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ഇഞ്ചി പൊടിയാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നതെന്ന് കാണിക്കുകയാണ്. നല്ല നല്ല വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സേ ഉണ്ടാവത്തില്ല വീഡിയോ ഇടാൻ. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം എൻ്റെ എത്രത്തോളം വീഡിയോസ് ഇടുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വ്യൂസ് വരുന്നുണ്ടായിരിക്കും, പക്ഷേ എങ്കിലും ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ഒരു ആൾക്കാരുടെ ഒരു കമൻറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റെ അതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പോരാത്ത എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അതറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാനിപ്പം വീട്ടിൽ TV വെച്ചേക്കുന്നത് കൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു വീഡിയോസും എനിക്കിഷ്ടമല്ല. നമുക്ക് വോയിസ് ഓവർ നമുക്ക് അപ്പോഴെപ്പോഴും ഉണ്ടാവുന്ന, അപ്പോഴെപ്പോഴും സംസാരിക്കുന്ന, അപ്പോഴെപ്പോഴും എന്താ ചെയ്യുന്ന, അത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്പം നമ്മുടെ വോയിസ് സാധാരണഗതിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാക്കി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുത്ത് തേങ്ങ ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ പണ്ടുള്ള അമ്മച്ചിമാർ ഈ തേങ്ങ എങ്ങനെ ചുടുന്നതെന്ന് വെച്ചാൽ അടുപ്പിലെ കനലിലിട്ടാണ് ചുടുന്നത്. പക്ഷേ ഇപ്പം ഇന്ന് ഞാൻ അടുപ്പ് കത്തിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്യാസിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ തേങ്ങ ഒന്ന് ചുട്ടതിന് ശേഷം തേങ്ങ പൊടിച്ചെടുക്കും. ചുട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഒരുപാട് കുറുക്കി അരച്ചല്ല എടുക്കുന്നത്, അത് പൊടിച്ചെടുക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെല്ലാ ഐറ്റംസും പല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യുന്നവരുണ്ട്, അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നമുക്ക് അതിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അതാണ് ടേസ്റ്റ് എങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് പിന്നെ അതുണ്ടാക്കാം. അതാണ് ഇങ്ങനെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ. നല്ലപോലെ നല്ല തീയിട്ടിട്ട് അതിനെ കരിക്കാതെ അതിനൊരു പരുവത്തിൽ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഉള്ളിയും വഴണ്ട് കിട്ടും. ഉള്ളി വഴണ്ട് കിട്ടിയാൽ ഞാൻ അതിനകത്തോട്ട് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. മസാല ഐറ്റംസ് ഇട്ടതിന് ശേഷമല്ല, ഉള്ളി വഴണ്ടാൽ നമ്മൾ അപ്പം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ചുടണമായിരുന്നു, പക്ഷേ അടുപ്പിലിട്ട് ചുടുന്നതാണ് എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത് കേട്ടോ. അടുപ്പിലിട്ട് ചുട്ടെടുക്കുന്നതിനാണ് കൂടുതൽ സ്വാദ്. ഈ ഗ്യാസിനകത്ത് നല്ലതുപോലെ നമുക്ക് ചുടാൻ പറ്റത്തില്ല. ഓക്കെ, എനിവേ ആ സ്മോക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കന്.
കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ, ഞാനിപ്പോൾ എത്ര നല്ലതെന്ന് പറഞ്ഞാലും നിങ്ങൾ ട്രൈ ചെയ്യാതെ നിങ്ങൾക്ക് അതിൻ്റെ രുചി മനസ്സിലാകത്തില്ല, കണ്ടതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട്, ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും അതേ രീതിയിൽ ഈ എണ്ണ ആദ്യം ഒഴിച്ചില്ലേ അതിനകത്തിട്ട് ഒരുവിധം വഴണ്ട് കിട്ടണം. അപ്പം അങ്ങനെ വെക്കുന്ന ചിക്കനും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ വെക്കുന്ന ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ആയിരിക്കും. എല്ലാം പല രീതിയിൽ വെക്കുമ്പം എല്ലാ കറിക്കും ഒരേ ടേസ്റ്റ് ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇഞ്ചിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചി നല്ലതുപോലെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഉണക്കണം, നല്ല ഉണക്കണം. നല്ല വെയിൽ സമയമൊക്കെ ആണെങ്കിൽ, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ ഭയങ്കര ചൂടാണെങ്കിൽ അങ്ങറ്റത്തെ ചൂടും, മഴയാണെങ്കിൽ അങ്ങറ്റത്തെ മഴയും. അപ്പോൾ ഇഞ്ചിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഇളക്കി മറിച്ച് നല്ലതുപോലെ വെക്കുക. ചട്ടി, ഇരുമ്പ് ചട്ടി, കടായില്ലേ അതൊക്കെ അതിലെയൊക്കെ വെക്കുന്നതിനും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ചട്ടിയിൽ വെക്കുന്ന കറിക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഒരു പഴമയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ആ ചട്ടി എന്ന് ഉപയോഗിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിനകത്തുള്ള മസാലപ്പൊടികൾ നമ്മൾ വറുത്താണ് ഇടുന്നത്, കരിയിക്കാതെ. ആ മുളക് പൊടി എന്ന കാശ്മീരി മുളകാണ്, അപ്പോൾ അതിൻ്റെ കളറ് തന്നെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത്. എണ്ണയൊന്നും ഒഴിച്ചല്ല മൂപ്പിക്കുന്നത്, അല്ലാതെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്താണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വറുത്തിട്ട് ആ ചിക്കൻ നമ്മുടെ സവാള വഴറ്റിയ എണ്ണയ്ക്കകത്താണ് ചിക്കൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ടിട്ട് അതിനകത്തോട്ടാണ് നമ്മൾ ഈ മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും 3 ഐറ്റംസ് മാത്രം. ഓക്കെ. പിന്നെ നമ്മൾ കുരുമുളക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം പിന്നീട്, അങ്ങനെ. അപ്പം അതിനനുസരിച്ച് മസാല ചേർക്കേണ്ടത് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് മസാല ചേർക്കുന്നത്. നമ്മുടെ ഗരം മസാല ഇല്ലേ, അപ്പോൾ അതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചേർക്കാം. അങ്ങനെ ഇപ്പോൾ കുറച്ചൊന്ന് പിന്നെ ഡ്രൈ എല്ലാം വരട്ടിയെടുത്തിട്ട് കേട്ടോ, മുളകും മല്ലിയും വറുത്തിട്ട് നമ്മൾ കരിക്കാതെ അത് വറുത്തെടുക്കണം. അല്പം എങ്കിലും കരിഞ്ഞാൽ അതിൻ്റെ ചുവ വേറെ ആയിപ്പോവും, കയ്പ്പായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ കൂടെ നിന്ന് അതിനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത്. അപ്പോൾ വറുത്തിട്ട് ഡയറക്റ്റ് നമുക്കങ്ങ് തട്ടിക്കൊടുക്കാം മറ്റേ നമ്മുടെ ചിക്കനകത്തോട്ട്, മനസ്സിലായോ? ചിക്കനകത്തോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കൻ്റെ കൂടെ നല്ല ഒന്ന് പെരണ്ട് വരത്തക്ക രീതിയിൽ ഇളക്കി നമുക്ക് അതിനകത്തോട്ട് തട്ടി കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പെരളത്തക്ക രീതി. ഇനി നമുക്ക് ഈ വറുത്ത പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കാം. എന്തിനാന്നായിരിക്കുമല്ലോ അറിയാമോ എല്ലാവർക്കും. ചിക്കനകത്ത് ഒഴിക്കാം, അതായത് പച്ച വെള്ളം ഒഴിക്കാതിരിക്കാനാണ്. അപ്പോൾ അതിനകത്തോട്ട് വെച്ച് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നോക്കിക്കോ നിങ്ങൾ എന്തായാലും ചെയ്യുന്നത്. ഇനി ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് അതിനകത്ത് പിടിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വളരെ ഇനി ഇതിനകത്ത് തന്നെ ഞാൻ തേങ്ങ പൊടിച്ചിട്ടേക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് തട്ടിക്കൊടുക്കും. എന്നിട്ട് ഓക്കെ, തേങ്ങ അങ്ങ് ഡ്രൈ ആയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അത് പൊടിച്ചെടുത്താൽ മതി നമുക്ക്. അപ്പോൾ പൊടിച്ച് തേങ്ങ നമ്മുടെ ചുട്ട തേങ്ങ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ആ ചൂടുവെള്ളം ഇല്ലേ
തിളപ്പിച്ചില്ലേ, അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നമ്മൾക്ക് ചിക്കനെ വളരെ ചെറിയ തീയിലിട്ട്, അതായത് വളരെ സിമ്മിലിട്ടിട്ട് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം. ഇത് ആക്ച്വലി ഇത് അടുപ്പിൽ വെച്ചായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു. കാരണം തീയൊക്കെ നമുക്ക് വളരെ കുറച്ചിട്ട് കൊടുക്കാം. എൻ്റെ ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ ആ തേങ്ങ അതിനകത്ത് ഇച്ചിരി ഒഴിച്ച് വെച്ചായിരുന്നു, അതുകൂടെ ഒഴിച്ചു കൊടുത്തുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അതിനെ വെച്ച് വേവിക്കാം, അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് അതിനെ വേവിച്ച് പതുക്കെ വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇനി ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല ഞാൻ പറഞ്ഞില്ലേ, 2-3 തവണയായിട്ടാണ് ഞാൻ ഗരം മസാല ഇടുന്നതെന്ന്. അപ്പോൾ അത് കുറച്ച് ഗരം മസാല ഇപ്പോൾ ഇടാം. എന്നിട്ട് അടച്ച് വെച്ച് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി നിങ്ങൾ അവസാനം ഒന്ന് നോക്കണം ഈ ചിക്കന്. ഇപ്പം നമുക്ക് വെറൈറ്റികൾ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അത് വെറൈറ്റികൾ പഠിച്ചിട്ട് അത് ഉണ്ടാക്കിയും കൂടെ നോക്കുക, മനസ്സിലായോ? ഇളക്കി നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അതിനെ അടച്ച് വെച്ച് ഉപ്പൊക്കെ നോക്കി ഞാൻ കേട്ടോ അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് കാണാൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കേ. തിളച്ച് നല്ല കുട്ടപ്പനായി വരുന്നുണ്ട്. അടുപ്പിച്ച് നമുക്ക് കാണിച്ചു തരാം ഞാനുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2-3 ചിലപ്പോൾ 2 പ്രാവശ്യം ഇടും, ചിലപ്പോൾ 3 പ്രാവശ്യം. അടിപൊളി കറി ചെയ്ത് ഒന്ന് ഇളക്കുക. പുട്ടിന് നല്ലപോലെ ചാറ് വേണം ഇവിടെ കേട്ടോ. ഇപ്പം ഇത് നിങ്ങളിങ്ങനെ ആ ഒരു സ്മോക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മുടെ പുട്ടാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടും കൂടെ ഉണ്ടാക്കണം. പുട്ടും ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പവും ഈ ഇറച്ചി നല്ലതാണ്. അപ്പം മാവ് ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അപ്പം ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച്. പുട്ട് നല്ലപോലെ തേങ്ങയൊക്കെ ഇടണം. 3 ഞാൻ തേങ്ങ ഇടുന്നത് ആദ്യം ചില്ല് ഇട്ടിട്ട് അതിനകത്ത് ഇച്ചിരി തേങ്ങ ഇടും, പിന്നെ കുറച്ച് മാവും ഇട്ടിട്ട് ഇടയ്ക്ക് തേങ്ങയിടും, പിന്നെ ടോപ്പിലും തേങ്ങ ഇട്ടിട്ട് അടച്ചു. അങ്ങനെ 3 അടുത്താണ് ഞാൻ തേങ്ങ ഇടുന്നത്. തേങ്ങ ഇട്ട് കൊടുക്കുന്നത്, ചില്ല് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് മാവിട്ടിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കും. അങ്ങനെ പുട്ടും കൂടെ ഉണ്ടാക്കുമ്പോഴത്തെ നമ്മുടെ ജോലി തീരും കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ആരുടെ ഏതോ എങ്കിലും ഒരു വീഡിയോ കണ്ടാലും ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുമ്പോൾ നമുക്കൊരു ഐറ്റവും കൂടെ പഠിക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. അടച്ചു വയ്ക്കുക. നമ്മുടെ കറിയുടെ സൂപ്പറാണ് കേട്ടോ. മണം വീട് മൊത്തം അങ്ങ് മണമായിരുന്നു. ഇനി കുറച്ചും കൂടെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇത് നമ്മുടെ വീട്ടിലെല്ലാം ഞാൻ ഒടിച്ച് തീർത്ത്. ഇത് തൊട്ടടുത്തൊരു വീട്ടുകാരിങ്ങനെ ഒടിച്ച് അവിടെ എല്ലായിടമൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേണമെന്ന്. അങ്ങനെ ഇച്ചിരി എനിക്കും കൂടെ തന്നാൽ ഞാനത് എല്ലാം ഇറുത്തെടുത്തിട്ട് അടിപൊളി കറിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതേ കണക്ക് വെച്ച് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കറി, ഇത് നല്ലതായിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.